IPL-ലുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യത്തെ അപ്ഡേറ്റ് ഡൽഹി ക്യാപിറ്റൽസ് IPL ലേലത്തിൽ വൻ തുകയ്ക്ക് ടീമിലെത്തിച്ച താരമായിട്ടുള്ള KL രാഹുലുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ KL രാഹുലിന് ഈ വർഷത്തെ IPL-ലെ ആദ്യത്തെ 3 മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് കുഞ്ഞുണ്ടാകാൻ പോകുന്നു. അതിനെ തുടർന്ന് ആദ്യത്തെ 3 മത്സരങ്ങൾ അദ്ദേഹത്തിന് ഡൽഹി ക്യാമ്പിൽ കളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മാനേജ്മെന്റിനെ KL രാഹുൽ അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ KL രാഹുലിനെ ഡൽഹി ക്യാപിറ്റൽസ് IPL-ലെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റൻസി ഓഫർ ചെയ്തപ്പോൾ താരം ക്യാപ്റ്റൻ ആവേണ്ടതില്ല, താൻ ഒരു പ്ലെയർ ആയിട്ട് ടീമിൽ കളിക്കാം, ക്യാപ്റ്റൻസി ഭാരം താൻ ഏറ്റെടുക്കാനില്ല എന്ന് മാനേജ്മെന്റിനെ അറിയിച്ചിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് മലയാളി താരം സഞ്ജു സാംസൺ ജോസ് ബട്ട്ലറിനെ പറ്റി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സഞ്ജു സാംസൺ IPL-ന് മുന്നോടിയായി സ്റ്റാർ സ്പോർട്സിൽ നൽകിയ അഭിമുഖത്തിലാണ് ജോസ് ബട്ട്ലറുമായി ബന്ധപ്പെട്ട് സഞ്ജു പറഞ്ഞ കാര്യം ഇതാണ്. ബട്ട്ലറെ ഞാൻ ഈ IPL-ൽ നന്നായി മിസ് ചെയ്യും. അദ്ദേഹം എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നിലനിർത്താൻ വേണ്ടി ഞാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു. ഞാൻ മാനേജ്മെന്റിനോട് പറഞ്ഞിരുന്നു, അദ്ദേഹത്തെ ഓപ്ഷനിൽ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഓപ്ഷനിൽ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയിരുന്നു, പക്ഷേ കിട്ടിയില്ല. വമ്പൻ തുകക്ക് ഗുജറാത്ത് സ്വന്തമാക്കുകയായിരുന്നു. ഏതായാലും ഈ IPL സീസണിൽ അദ്ദേഹത്തെ മിസ് ചെയ്യും. അദ്ദേഹം എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്. ഞാൻ മോശ സമയത്ത് പല സമയങ്ങളിലും ഞാൻ മോശ സിറ്റുവേഷനിൽ പോയ സമയത്തൊക്കെ എന്നെ വളരെയധികം പിന്താങ്ങി എൻ്റെ കൂടെ നിന്ന നല്ലൊരു വ്യക്തിത്വമാണ് ബട്ട്ലറിന് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അദ്ദേഹത്തിന് നേരുന്നു. അദ്ദേഹത്തെ ഇത്തവണത്തെ IPL-ൽ ഞാൻ തീർച്ചയായും ഞങ്ങളുടെ ടീമിൽ മിസ് ചെയ്യുന്നുണ്ട് എന്ന് ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് സഞ്ജു സാംസൺ. നമുക്കറിയാം, ജോസ് ബട്ട്ലറിനെ രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയില്ല. അത് വലിയ രീതിയിലുള്ള കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ. പിന്നെ IPL-ലൊക്കെ തുടങ്ങാൻ പോകുകയാണ്. ഞാൻ മറ്റു ടീമുകളുടെ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യും. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ.